പറയുന്നു. അള്ളാന്റെ വഹീനെ നിഷേധിച്ചവനാണ് സഹീഹ് ബുഖാരിയിലെ ഹദീസിൽ ശേഷ മടവൂരി. അറിയോ? മടവൂരി മുല്ലമാരുണ്ടല്ലോ, ആ മുല്ലമാരാരാ? അള്ളാന്റെ ഖുർആൻ നിഷേധിച്ചവരാണ്. നിങ്ങറിയോ? അള്ളാന്റെ ദീനിനെ നിഷേധിച്ചവരാണ്. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരാരായാലും അവർ നിഷേധത്തിലാണ്. അവർ നാളെ ചെന്നു ചേരുന്ന താവളം ഭയാനകരമായിരിക്കും. അവരുടെ യാത്ര ഷർറിൽ നിന്ന് ഷർറിലേക്കായിരിക്കും. ഒരു ഖൈറും അവർക്കുണ്ടാവില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ വഹീനെ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു നൽകിയ വഹിയാകുന്ന ഹദീസിനെ നിഷേധിക്കുക വഴി അവർ ചെയ്തത് അല്ലാഹുവിനെ നിഷേധിക്കലാണ്, ജിബ്രീലിനെ നിഷേധിക്കലാണ്, റസൂലുള്ളാഹിനെ നിഷേധിക്കലാണ്. നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് മുസ്ലിം സമുദായമേ, നിങ്ങളിടുന്നവർ ലാലിമുകളാണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് സീർ ബാധിച്ചു എന്നുള്ള ഹദീസ് സത്യപ്പെടുത്ത ബുഖാരി ആരാ? ലാലിമ്. ആലോചിക്കണേ, മടവൂരികളുമായി ബന്ധം പുലർത്തുന്നവർ പോലും അവരുടെ ഈമാനിന് പുഴുക്കുത്തുണ്ട് എന്ന് മനസ്സിലാക്കൂടെ? മടവൂരികളോട് മൃദുല സമീപനം സ്വീകരിക്കുന്ന ഒരുത്തൻ അവൻ ഈമാനിൽ പുഴുക്കുത്തു ചേർന്നവനാണ്. മനസ്സിലായോ? അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്ന ഈ ആളുകളെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഞാനിത് മുസ്ലിം സമുദായത്തിന്റെ അപകടകരമായ വ്യാപകമായ പ്രചണ്ഡമായ ഈ നിലക്ക് അതിന്റെ തുടക്കം കുറിച്ചു. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അവരുമായി ഒരു മുസ്ലിമിന് ബന്ധപ്പെടാൻ പറ്റില്ല. ഞാനത് ഉറച്ചു പറയും. അവരുമായി നമുക്ക് സൗഹൃദമില്ല, കോംപ്രമൈസ് ഇല്ല. അവർ അള്ളാഹുവിന്റെ ശത്രുക്കളാണ്, ദീനിന്റെ. മനസ്സിലാവൂല്ലെന്ന് എനിക്കറിയില്ല. ഞാനിത് വളരെ പഠിച്ച് കൃത്യമായി പറയാം. ഇതിന്റെ വരും വരായികകൾ എന്തുമാവട്ടെ, അതെന്തുമാവട്ടെ, ആ വരായികളെ കുറിച്ചല്ല ഞാൻ ആലോചിക്കുക. ഇന്ന ഈ നിമിഷം നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് നീങ്ങിയാൽ അൽഹംദുലില്ലാഹ് ഖൈർ.